ഹലോ ഗായ്സ്, ഹായ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലാണ്, കാരിത്താസ് ഹോസ്പിറ്റലിലാണ്, കോട്ടയം. അപ്പം ഇന്നെന്താ ഡിസ്ചാർജ് ആവും നമ്മൾ. അപ്പം അതിൻ്റെ വലിയൊരു സമാധാനത്തിൽ ഇരിക്കുവാണ്. 3 ദിവസം ആവുകയാണ്, മൂന്നാമത്തെ ദിവസം ആണ്. അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടായത് കോട്ടയത്ത് വെച്ച്. നമ്മുടെ എന്താ പറയുന്നത്, ഒരു രണ്ടാമത്തെ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ വന്നിരിക്കുക. എല്ലാം ഒരു പുതിയ ഇതായിട്ട്, അതായത് വണ്ടിയുടെ അവസ്ഥയും എന്നെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ആളാണ് ആ വണ്ടി ഓടിച്ചതെന്ന് പറയാനേ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടിയുടെ അതായത് ഡ്രൈവർ സൈഡ്, ഞാനാണ് വണ്ടി ഓടിച്ച്, ഡ്രൈവർ സൈഡാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അതായത് ഡ്രൈവർ സൈഡ് ആക്സിഡൻ്റ് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആക്സിഡൻ്റ് ആയിരുന്നു. അവിടുന്ന് എന്തായാലും വേറെ പ്രോബ്ലങ്ങളൊന്നും ഇല്ല. കുഞ്ഞുങ്ങൾ, ഞാനും ചേച്ചിയും പിന്നെ പിള്ളേർ രണ്ടുപേരും, മീനുട്ടി ഉണ്ടായിരുന്നു, അഹാനുണ്ടായിരുന്നു, മിനുവേട്ടന്. ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മൾ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്ന, എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നപ്പോഴായിരുന്നു രാവിലെ 5:30 ആയി. ആ സമയത്തായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് പിള്ളേർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. രണ്ടുപേരും സേഫായിട്ടിരിക്കുന്നത്. മീനുട്ടി ഫ്രണ്ടിലായിരുന്നു, എൻ്റെ മടിയിൽ കിടക്കുമായിരുന്നു കുഞ്ഞ്. അഹാൻ ബാക്കിൽ ചേച്ചിയുടെ മടിയിലിരിക്കുമായിരുന്നു. നമ്മുടെ പേടി എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരുന്നു. അഹാൻ ബാക്കിലായതുകൊണ്ട് അവൻ സേഫായിരുന്നു. പിന്നെ മീനുട്ടി ഫ്രണ്ടിലാ, സീറ്റ് ബെൽറ്റിനകത്താണെ പോലും നമുക്ക് എയർ ബാഗ് അടിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ബാഗ് കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് ഇത്ര അടിക്കുമ്പോൾ എന്താകും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് മാത്രമല്ല, കുഞ്ഞ് നല്ല കരച്ചിൽ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് താലൂക്ക് ഹോസ്പിറ്റൽ, കോട്ടയം താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ നമുക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഇല്ലെന്ന ഒരു പേഷ്യൻറ്റിനോട് എന്താ പറയുക, ഒരു വേറൊരു രീതി. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആക്സിഡൻ്റ് ആയി എല്ലാവരും ആളുകൾ കൂടുന്നുണ്ട്. ഒരാൾ പോലും നമ്മുടെ അടുത്തോട്ട് എന്നാൽ കുഞ്ഞ് ഭയങ്കരമായിട്ട് മീനുട്ടി കരയുന്നുണ്ട്. മോൻ ഇറങ്ങിയപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്ത് തല അടിച്ച്, നമുക്ക് അന്നേരം ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഈ എയർ ബാഗ് പൊട്ടി ഭയങ്കര സ്മെല്ലാണല്ലോ. അപ്പോൾ ആ സ്മെല്ലിൻ്റെ ആണോ എന്തോ മനസ്സിലാവുന്നത്. മോൻ അന്നേരം ഛർദ്ദിച്ച്, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ കരയൊന്നുമില്ല. പക്ഷെ മീനുട്ടി ഫ്രണ്ടിലുമായിരുന്നു. ഇനി എയർ ബാഗ് വന്ന് അടിച്ച്, എനിക്കൊന്നും ഓർമ്മയും ഇല്ല. കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. വിനുവേട്ടന് ഒറ്റ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുക, വായിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്, കയ്യിൽ നിന്നൊക്കെ. അപ്പം നമുക്ക് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ പോലും അടുത്തോട്ട് വരുന്നില്ല. അന്നേരം ഞാൻ പെട്ടെന്ന് ചേച്ചിയെ ശ്രദ്ധിക്കുന്നില്ല. ചേച്ചിക്ക് മുറിവുണ്ട്, ബ്ലഡ് വരുന്നത്, അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ചേച്ചിയുടെ കാര്യം എന്ന് വെച്ചാൽ ചേച്ചിയും കുഞ്ഞും അങ്ങ് ഇറങ്ങി. പെട്ടെന്ന് ഞാൻ പറയുന്നുണ്ട് പുക വരുന്നുണ്ട്, പെട്ടെന്ന് ഇറങ്ങി. എന്തൊക്കെ ഒരു പേടി വെച്ചാൽ പുകയല്ലായിരുന്നു, ആ എയർ ബാഗ് പൊട്ടിയതിൻ്റെ ആ ഒരു ഇതായിരുന്നു. എനിക്ക് അന്നേരം നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് അലറിക്കൊണ്ട് അങ്ങനെ ഇറങ്ങി. പക്ഷെ ഒരാൾ പോലും അടുത്ത് വരുന്നില്ല. മിനുവേട്ടനെ വിളിച്ചിട്ടൊന്നും മിനുവേട്ടൻ അനങ്ങുന്നില്ല. ഇങ്ങനെ ഒറ്റിരിപ്പ് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ആരും വരുന്നില്ല, എടുക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് മിനുവേട്ടൻ ഇങ്ങനെ തലയാക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി. അതുവരെയും ഇനി ഇറങ്ങാൻ പറ്റുമോ, ആ സൈഡ് ഡോറൊന്നും ഓപ്പൺ ആവുന്നില്ല, ഡ്രൈവർ സൈഡ്. അപ്പോൾ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അവിടെ നിന്നിട്ട് അവർ പറയുന്നുണ്ട്, അവർ പോലീസിനെ വിളിച്ചു, ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആംബുലൻസ് ഒന്നും അവിടെ നിന്ന് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ട് പോലും ഒന്നും വരുന്നില്ല. നമ്മൾ റോഡിൽ നിൽക്കുമോ, ചേച്ചിക്കൊക്കെ തല കറങ്ങുന്നുണ്ട്. ചേച്ചിയുടെ ഈ ഒരു ഫേസിൻ്റെ ഇത്രയും സൈഡ് പെട്ടപ്പോൾ തന്നെ നീര് വെച്ചായിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അന്നേരം ചേച്ചിക്ക് അന്നേരം തല കറങ്ങുന്നുണ്ട്. കുഞ്ഞിനെ ആറയോ കൈ ചേച്ചി അങ്ങ് കൊടുത്തു. മീനുട്ടി എൻ്റെ കയ്യിലിരിക്കുമോ കരഞ്ഞ്. ഞാൻ അന്നേരം പിന്നെ പെട്ടെന്ന് ആരും ഒന്നും അനങ്ങുന്നില്ല, ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല. വിനുവാട്ടിന് വാ തുറക്കാൻ വയ്യോ, തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലഡ് വരുവാ. ആ എയർ ബാഗ് വന്നടിച്ച് നാക്കോ എന്തെങ്കിലും മുറിഞ്ഞോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളൂ. പക്ഷേ എന്തോ മനസ്സിലാവുന്നില്ല. അന്നേരം നമുക്ക് അറിയുന്നില്ലല്ലോ, ആരും വരുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കാറിനകത്ത് നിന്ന് ഫോൺ എടുത്ത്, അന്നേരത്തേക്ക് 100 വിളിക്കുന്നു, 101 വിളിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. 108 വിളിച്ചപ്പോഴത്തേക്ക് അവർ സ്ഥലം എവിടെ, അങ്ങനെ എവിടെ വെച്ചായിരുന്നു, എന്തോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആംബുലൻസുകാർ. നമ്മൾ അത്രയും ഇതിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും പറയാനായിട്ട്, സ്ഥലം ചോദിച്ചിട്ട് ആർക്കും സ്ഥലവും മനസ്സിലാവുന്നില്ല. 2-3 പേരുകളൊക്കെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് അവർ അന്നേരം ഞങ്ങളെല്ലാം വെളിയിലിറങ്ങി നിൽക്കുക. അപ്പോഴത്തേക്ക് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വരുമെന്ന് പറഞ്ഞ്
അപ്പോഴത്തേക്ക് എനിക്ക് പേടിയായിട്ട് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവോ, എല്ലാവർക്കും പേടിയാണ് നമ്മുടെ അടുത്തോട്ട് വരാമെന്ന് വെച്ചാൽ കാറിലോണ്ട് അടുത്തോട്ട് വരാൻ എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. എല്ലാവരും വിചാരിച്ച് ഡ്രൈവർ സൈഡ് പോയി വിനുവേട്ടനെ ജീവനൊന്നും കാണത്തില്ല, ആ ഒരു മൈൻഡിൽ എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് പറയാനൊക്കത്തില്ല. ഒരു ആക്സിഡന്റില് നമ്മൾ ചെല്ലുമ്പോൾ അതിനകത്ത് പിന്നീടുണ്ടാകുന്ന ബാധ്യതകൾ അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ അതിന്റെ പേരിലുണ്ടാകുന്ന നമ്മളൊരു സാക്ഷി ഒപ്പിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണേലും അവർക്ക് പിന്നീട് നമ്മളെല്ലാവരും നിത്യ എന്താ പറയുന്നത് നമ്മളുടെ ജോലിക്ക് പോകണം. നമുക്കൊരു ദിവസം കോടതിയിൽ ഒരാളെ നമ്മൾ രക്ഷിച്ചെന്നും പറഞ്ഞ ഒരു ദിവസം പിന്നെ കോടതിയിൽ പോയി നിൽക്കേണ്ട അവസ്ഥയും പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട അവസ്ഥയും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണേലും പിന്മാറും. ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനെ വിളിക്കുമോ, പക്ഷെ അവര് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു. അവര് പെട്ടെന്ന് തന്നെ എല്ലാം ഇത് ചെയ്ത് അവസാനം ആംബുലൻസ് വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകാവോന്ന് ചോദിച്ചു. അപ്പൊ ഒരു ചേട്ടന് ഉണ്ടായിരുന്നു, ആ ചേട്ടന്റെ വണ്ടിയിലായിരുന്നു ശില്പേശി ഡോറ് പറഞ്ഞ് തല ഇറങ്ങാനിരുന്നത്. അപ്പൊ പിന്നെ പെട്ടെന്ന് അമ്മമ്മനെ ബാങ്കിൽ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു എന്റെ ദൈവമേ, ആദ്യം എനിക്ക് ഉള്ളു കുഴപ്പമില്ലെന്ന് വെച്ചാൽ പുറമേ നോക്കുമ്പോൾ എനിക്ക് ആ സീറ്റ് ബെൽറ്റ് ഇറുകേണ്ട അപ്പം തന്നെ വേദനയുണ്ട്. എനിക്ക് നടക്കാനും നെഞ്ചും ഒക്കെ ഭയങ്കര വേദന. അപ്പം അവളോട്ട് ചെന്നപ്പോഴേ പോയി ഇതെടുക്ക്, ഒപ്പി ടിക്കറ്റ് എടുക്ക്, എന്നാൽ ഇവരെ കയറ്റുവാട്ടെ ക്ലീൻ ചെയ്യുവാട്ടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമല്ല. അവർ വേറൊരു രീതിയിൽ എമർജൻസി ആയിട്ട് വന്നിട്ട് ഒരാൾ പോലും വെള്ളോട്ട് ഇറങ്ങി വരുന്നില്ല. നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രണ്ട് കുഞ്ഞുങ്ങൾ അതെ, ഒരു കുഞ്ഞിന് 2.5 വയസ്സ് മാത്രമുള്ള, അത് തോളയിലിരിക്കുക, അതിനെ തോളെ വെച്ചോണ്ട് ആക്സിഡന്റ് കഴിഞ്ഞ് വരുന്നവരാ, അതിനെ തോളെ വെച്ചോണ്ടാണ് എത്രയോ പേരോട്ടിരുന്ന്. നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മള് ഒരു മനുഷ്യത്വം എന്നുള്ളൊരു കാര്യമുണ്ട്. അവര് സർക്കാർ ജീവനക്കാരാണ്, നമുക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലാവും, അവര് നിത്യേനെ കാണുന്നതായിരിക്കും. പക്ഷെ ഇതിന് നമ്മുടെ നിയമമല്ല, നമ്മുടെ എന്താ പറയുക, സർക്കാർ പോലും അതിനുവേണ്ടി, അതായത് ഈ OP ടിക്കറ്റ്, ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഒരു OP ടിക്കറ്റ് എടുത്തേ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. ഞാനത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത്, അതെന്ന് വെച്ചാൽ കുഞ്ഞിനെ എടുത്തോണ്ട് 2 പിള്ളേരെയും കൊണ്ട് ഞാൻ ഓടുന്ന, അതിൻ്റെ കൂടെ എനിക്കും നമ്മുടെ മൈൻഡ് ഫുള്ളി പോയിരിക്കുക. ഇവരിങ്ങനെ കിടക്കുന്നു, വിനുവാൻ്റെ വായനും എല്ലാം ബ്ലഡും വരുന്നു, ശില്പേച്ചിയുടെ നെറ്റിന്ന് ബ്ലഡ് വരും. എന്നാൽ അവര് എനിക്ക് കയറിക്കോ, അവരെന്താന്ന് വെച്ചാൽ ചെയ്യുമല്ലേ ചെയ്യണ്ടേ, അതൊന്നുമില്ല. OP ടിക്കറ്റ് എടുത്തോണ്ട് വരുന്നിടം വരെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് OP ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴും അവിടെ ആളില്ല. പോകുന്നു വരുന്നു ഇപ്പം വരുവോ എന്തോ അവർ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് പയ്യെ വന്ന് ഇരുന്ന് ടൈപ്പ് ചെയ്ത് എന്ത് സ്ലോ ആണെന്നറിയോ. എമർജൻസി ആയിട്ട് ചെല്ലുമോ കാഷ്വാലിറ്റിയിൽ, ഭയങ്കര സ്ലോ. അത് കഴിഞ്ഞിട്ട് മോനും എനിക്കും ഒക്കെ ആദ്യം ഞാൻ അവർക്ക് 2 പേർക്കും ആ മോനും എടുത്ത്, ശില്പേച്ചിക്കും മിനുവേൻ്റെയും മോൻ്റെ OP ടിക്കറ്റ് എടുത്ത്, എൻ്റെയും മീനുട്ടിയുടെയും ഞാൻ പിന്നെ എടുത്തത്. പിന്നെ ഞങ്ങളുടെ എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ആളില്ല. ഞാൻ പോയി നോക്കും, വീണ്ടും വരും, ഇപ്പം വരുവേന്ന് പറയും, പിന്നെയും ചെല്ലും, ഇത് തന്നെ ആളില്ല. 3 ട്രിപ്പ് പോയി. ഞാൻ പിന്നെ ചെന്നിട്ട് ചോദിച്ചു, ആളില്ലല്ലോ, നിങ്ങൾ OP ടിക്കറ്റ് എടുക്കാൻ നോക്കത്തില്ല. അപ്പം എന്താണ് ഞാൻ വരുവാന്ന്, ഞങ്ങളൊക്കെ ഉറക്കമല്ലായിരുന്നോ, അതാ താമസിച്ചേ എന്ന് പറയുന്നത്. അങ്ങനൊന്നും അല്ല ശരിക്കും റെസ്പോണ്ട് ചെയ്യേണ്ട രീതികൾ. എന്തോ പിന്നെ എന്താ പറയുന്നത്, ഇത് ഒരു സാധാരണക്കാരൻ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ ഇതൊക്കെയാണ്. നമ്മുടെ എത്ര ആയാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേരെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഫസ്റ്റ് എയ്ഡ് എടുത്ത് ഒരു TT ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് അളിയന്മാര് എല്ലാം ഡോക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്യൂട്ടി ഡോക്ടർ, ഒരു ലേഡി ഡ്യൂട്ടി ഡോക്ടർ. നമ്മള് മൈൻഡ് പോയി നിൽക്കുന്ന ഒരാളാണ് അയാളെ. അത് വിടെ അത് പോട്ടെ, നമ്മളിനി പറഞ്ഞോണ്ടെന്ന് അവരുടെയൊക്കെ ആ ഒരു മനുഷ്യത്വവും ഇതൊക്കെ ഇത്രയും മാത്രമേ ഉള്ളൂ. അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ അവര് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്ത് ചേച്ചിക്ക് ENT എന്തൊക്കെയോ പറഞ്ഞിട്ട് പിള്ളേരെ സ്റ്റിച്ചിടണമെന്നുണ്ട്, ENT കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോളക്കുള്ള സ്റ്റിച്ചാണ്. അവര് ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് അവര് മാക്സിമം ഒഴിയുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ പോലീസുകാർ അതുവരെ ഉണ്ടായിരുന്നു, ഇവരെന്നാ റിപ്പോർട്ട് ചെയ്യുവോ ആക്സിഡന്റ് കേസായിട്ട് വരാം, അല്ലെ നമ്മളോട് തന്നെ പറയാം, നിങ്ങൾ അവിടെ പോലീസ് ഇരിപ്പുണ്ട്, ആ പോലീസ് ആ സെക്ഷനിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്നും പറയുന്നില്ല. ഇറങ്ങാറായപ്പോഴത്തേക്ക് നമ്മൾ തന്നെ പോലീസുകാർ പറഞ്ഞോന്ന് അന്നേരം തോന്നില്ലേ ചോദിക്കുന്നത്. അന്നേരം ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടന്മാർ വന്നായിരുന്നു കായംകുളത്തുനിന്ന്. ഞാൻ കാറിൽ കയറി ഹോസ്പിറ്റലിൽ പോകാൻ അന്നേരം അവരെ വിളിച്ചു, അവർ പെട്ടെന്ന് വന്നു. അപ്പം അവര് ചെന്നിട്ട് ഇങ്ങനെ പറയാൻ ചെന്നപ്പോഴാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായംകുളം ടു കോട്ടയം ഓടി വരാൻ എന്തായാലും 1 മണിക്കൂർ എടുക്കും.
രാവിലെ ആണെങ്കിൽ പോലും 1 മണിക്കൂർ എടുക്കും. ഈ 1 മണിക്കൂർ എടുത്ത് ഈ 3 പേർക്ക് 1 മണിക്കൂറിന് മുകളിലെടുത്ത് ഈ 3 പേർക്ക് ഫസ്റ്റ് എയ്ഡ് തരാൻ വേണ്ടി നമ്മൾ അത്രയും മാത്രം ചിന്തിച്ചാൽ എനിക്ക് എൻ്റെ പ്രഷർ നോക്കി പ്രഷറും ബി പി നോക്കി ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള അതാണ് ഇത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെത്തി. അവർ വന്നു. നേരെ ഞങ്ങൾ ഇവിടെ കാരിത്താസിലോട്ട് ഇവിടെ അവർ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്ത് നമ്മൾ പക്ഷേ കാരിത്താസിലോട്ട് ഇങ്ങനെ പോകുന്നത്. ഇവിടെ വന്ന് പിന്നെ നേരെ കാഷ്വാലിറ്റി കയറി അവർ പ്രഷർ കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് അപ്പോഴേ പിന്നെ ഇതിലോട്ട് മാറ്റിയിട്ട് അവർ CT സ്കാനോ അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കി എന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പട്ടേന്ന് കാര്യങ്ങളെല്ലാം നീക്കി പെട്ടെന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആക്കി. ബാക്കി നമ്മൾ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ശരിയാണ്. അവര് ക്യാഷ് മേടിക്കും. പക്ഷെ നമ്മൾ ക്യാഷ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഏതൊരാളാണേലും ഒരു ക്യാഷ് അല്ല നോക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മള് ഇപ്പം കാശുമായിട്ടിരിക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല. നമ്മള് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഇപ്പൊ ഞാനുണ്ടല്ലോ, ശീതളുണ്ടല്ലോ, കുഞ്ഞുണ്ടല്ലോ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമുക്കുള്ള ഇത് നമ്മളെന്തും തയ്യാറായാണ് വരുന്നത്. ഈ ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവരുടെ മൈൻഡ് തന്നെ ഇപ്പം തന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതാണ്ട് ഒരു 10-18 വർഷമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നു. ഇത്രയും വലിയൊരു ആക്സിഡന്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം. അപ്പം എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇതുവരെയും എനിക്ക് അങ്ങോട്ട് അതിൽ നിന്നൊരു റിക്കവറി ആയി വരാൻ സാധാ ഒരു ആക്സിഡന്റും അല്ല, അതേപോലെ ഇതായിരുന്നു. നമ്മള് രക്ഷപ്പെട്ടെന്ന് എല്ലാവരും പറയുന്നത്, നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ആ രീതിയിൽ എല്ലാവരും പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കും. പിന്നെ കുഞ്ഞുങ്ങളുള്ളപ്പോഴാണ് നമ്മൾ മാത്രമാണെങ്കിൽ പോട്ടെ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് അത് വല്ലതും പറയാനറിയോ? മോൻ്റെ കേസ് ഛർദ്ദിച്ച് അതിന് ഏത് രീതി ഛർദ്ദിച്ചാന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അവരപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ആയാലും ഒബ്സർവേഷനിലിട്ടു. അവർക്ക് മീനുട്ടിക്ക് വയറും എല്ലാം പ്രസ് ചെയ്ത് നോക്കി. അവർക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. പിന്നെ എയർ ബാഗ് കുഞ്ഞിന്റെ മുകളിലോട്ട് കവറായത് വന്ന് അടിച്ചില്ല. അത് വലിയൊരു ഉപകാരമായിരുന്നു. എന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു മീനുട്ടി. എന്ത് പറ്റിയേ? തലമുട്ടിയോ? പോട്ടില്ല, ബാച്ചയുടെ മടിയിലിരിക്കുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ മീനുട്ടിക്ക് ഒഴികെ ഞങ്ങൾക്ക് 4 പേർക്കും CT സ്കാൻ ചെയ്തു. CT സ്കാന് ചേച്ചിക്ക് ഹെഡും തൊറാക്സും എല്ലാം എടുത്ത് എല്ലാം ചേച്ചിക്ക് മാത്രം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നമ്മുടെ മൊത്തത്തിൽ അവര് ഓവറോൾ നമ്മുടെ എല്ലാം ശരിയാ ക്യാഷ് മേടിക്കും. അത് ഞാൻ അംഗീകരിക്കുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ അവര് ക്യാഷ് മേടിക്കും. ചിലപ്പം പറയാം അവര് ക്യാഷ് മേടിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതെന്നും പറയാം. അതൊക്കെ നമുക്ക് നാളെ ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ. നാളെ നമ്മൾ വീട്ടിൽ ചെല്ലുന്നതല്ല, ഓക്കെ, വീട്ടിൽ ചെന്ന് നാളെ നമുക്കൊരു പുറം വേദന. നമ്മൾ ആദ്യം സംശയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഉണ്ടായ ഇത് കൊണ്ടാണോ? നമ്മൾ പിന്നെ അത്രയും ടെൻഷൻ അടിക്കണം. ഇപ്പം ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞു, നമ്മളിന്ന് പോകും. ഇന്ന് 3ാമത്തെ ദിവസമാണ്. നമുക്ക് അന്നേരം നമുക്ക് ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി ഷോറൂമിലേക്ക് മാറ്റി ഇന്നലെ തന്നെ മാറ്റുകയും ചെയ്തു. ഇനി പിന്നെ ബാക്കി പ്രോസസ്സുകൾ നടക്കും. നമ്മൾ പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഡിസയറാണ്, സുസുക്കിയുടെ വണ്ടിയാണ്, മാരുതി സുസുക്കിയാണ്. എല്ലാവരും നമ്മുടെ മാരുതി സുസുക്കി ഡിസയർ എന്ന് പറയുന്ന വണ്ടി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, വളരെ സേഫ്റ്റി കുറഞ്ഞ വണ്ടിയാണെന്ന് എല്ലാവരും പറയുന്നത്. നമുക്ക് റേറ്റിംഗ് ആണേലും അല്ല, നമുക്ക് അതൊന്നും ഇതൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിച്ച ഒരു വണ്ടിയാണ്. ഞാനെന്ന് പറയുന്ന ഒരു വണ്ടിയോ അമിതമായിട്ട് സ്നേഹിക്കുന്ന, ഇപ്പം എൻ്റെ കുഞ്ഞിനേക്കാൾ കൂടുതൽ ഞാൻ പറയണ ഇവരെല്ലാം പറയും അമിതമായിട്ട് സ്നേഹിക്കുന്ന അംബാസഡർ എന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിലുള്ളൊരു ഐറ്റമായിരുന്നു.
അച്ഛൻ അംബാസഡർ ആയിരുന്നു ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞിലെ മുതൽ നമ്മൾ കണ്ടുവന്നതും നമുക്ക് അന്നം തന്നതും അതായതുകൊണ്ട് അതിനെ ഞാൻ അമിതമായിട്ട് സ്നേഹിച്ച ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോഴും ഇവനെ ആണെങ്കിലും ഇങ്ങനെ ഒരു വർഷം 10 ദിവസമായി ഇങ്ങനെ കഴി തൂത്ത് ഇങ്ങനെ എന്താ പറയാ പിള്ളേരൊന്ന് ഒരു ടിഷ്യൂ പിച്ചി കീറി ഇട്ടാൽ തന്നെ ഇഷ്ടമാണ്. അതുപോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നതായിരുന്നു ഭയങ്കര. അതെനിക്കും അങ്ങനെ ആയി എനിക്ക് അവനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയി. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി. എന്തോ വേറെ ഒത്തിരി വണ്ടികളുണ്ട്, എല്ലാവർക്കും BMW, ഓടി അതൊക്കെയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് വണ്ടി. എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല, എനിക്ക് ആ വണ്ടിയെ ഇഷ്ടം. അപ്പം ആ ഒരു വണ്ടി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്ത് അതിനിങ്ങനെ ഒന്ന് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിനെ ഒന്ന് എങ്ങനെയും കണ്ടാ മതി വണ്ടി. അതിനെ അത്രയും കെയർ ചെയ്തതും അത് അതുകൊണ്ടായിരിക്കും അത് രക്ഷിച്ചത് നമ്മുടെ ഒരു അംഗമായിട്ട് തന്നെ ഞാൻ അതിനെ കണ്ടത്. അന്നേരം നമുക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ നമ്മളെ എന്താ സേവ് ചെയ്തത്. അവൻ ഒരു എല്ലാരും ചോദിക്കുന്ന പോലെ രക്ഷപ്പെട്ടോ ചേട്ടന്മാരൊക്കെ തിരിച്ച് നമ്മുടെ ഇവിടെ നമ്മൾ വരുന്ന വഴി ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്ന വഴിക്കാണ് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ആക്സിഡന്റ് നടന്ന സംഭവ സ്ഥലം. അപ്പൊ അവരെല്ലാം വണ്ടി കണ്ടിട്ടാണ് വരുന്നത്. വണ്ടി കണ്ടതിന് ശേഷം എല്ലാരും വിളിച്ചു ചോദിച്ചത് വിനുവേട്ടൻ എങ്ങനെ ഉണ്ടെന്നുള്ള വിളിച്ചു ചോദിച്ചേ. എന്ന് വെച്ചാൽ ആ ഒരു സൈഡ് തന്നെ ആരും പറയത്തില്ല. എന്ന് വെച്ചാൽ കാലിന് എങ്ങനെയുണ്ട്, കാലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. ഞാൻ തന്നെ വിചാരിച്ചു ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ കാലൊടിയോ എന്തെങ്കിലും സംഭവിച്ചതാണോന്ന്. പക്ഷെ ഒരു പോറൽ പോലെ ചെറിയ ചെറിയ മുറിവുകൾ അവിടെ ഇവിടെ, മുറിവൊന്നും പറയാനായിട്ടില്ല. അതേ കണ്ടോ, ചെറിയ ഗ്ലാസ് കൊണ്ടതിന്റെ ആ ഒരു ഇത് അല്ലാണ്ട് ഒന്നും പറ്റിയിട്ടില്ല. എന്തോ ഒരു ഇതുപോലെ ചേച്ചിക്ക് പറ്റിയത്, ചേച്ചി ഇങ്ങനെ സീറ്റേ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് വന്ന് ഇടിച്ച ആ ഒരു ഫോഴ്സിൽ വന്ന് ഇവിടെ മുറിവും ഈ ഒരു ഭാഗവും ചെറിയൊരു ക്രാക്ക് പോലെ. അത് കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ സെറ്റ് ആവും, അതും പ്രശ്നമില്ല. നോർമലി ഉണ്ടാവില്ല. നമ്മളത് ഇതൊക്കെ അത് നമുക്കൊരു നോർമലി ഒരു തട്ടിയാലും ഉണ്ടാവുന്ന കേസുകളാണ്. അത് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പം ഇത് മൈന്യൂട്ടായിട്ടുള്ള പോലും CT സ്കാനിൽ അറിയാൻ പറ്റും. ഡോക്ടേഴ്സ് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമുള്ള കേസായിട്ടല്ല. പിന്നെ നമ്മളെ അവര് ഒരു 2 ദിവസത്തേക്ക് അവർ പറഞ്ഞ് അഡ്മിറ്റ് ആകണം, നമുക്ക് ഫുൾ ബോഡി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനെ നമ്മൾ. പക്ഷെ അത് നല്ലതായി. കാരണം ഇന്നലെ എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കര കിടുങ്ങലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായി. നമ്മൾ പോയായിരുന്നുണ്ട് നമ്മൾ വീണ്ടും ഓരോ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ആണ്. ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നേരെ ചെറുക്കനെ ഒന്ന് കാണണം, വണ്ടി ഒന്ന് കാണണം. ആ ഒരു രീതി ഇരിക്കുക. ഭയങ്കര ഫീലിംഗ്. 3 ദിവസമായി ഉറങ്ങാനേ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ മൊത്തം അത് തന്നെ, ശരീരം വേദന, ഫുൾ ബോഡി പെയിൻ ഉണ്ട്. വിനുവിന്റെ കണ്ണാടി എവിടെയാണ്. പക്ഷെ വണ്ടി അവരെല്ലാം നോക്കി, ചേട്ടന്മാരൊക്കെ നോക്കി, ചൈത്രേച്ചി, ഗൗലനെ അവരെല്ലാരും പോയി നോക്കി. ഉണ്ണിച്ചേട്ടന് അവരായിരുന്നു ഫുള്ള് നമ്മുടെ കൂടെ. എന്താ പറയുന്നത്, അവര് രാവിലെ വന്ന് ഇറങ്ങിയതാ. 5:45 കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചത്. ആ സമയത്ത് അവരിറങ്ങി. അവർ പോകുന്നത് വൈകിട്ട് 10 മണി 11 മണിക്ക് പോലീസിനെ അവിടെ ലേഡി പോലീസിനെ അവിടെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് പോകുന്നത്. അവരും വെയിറ്റ് ചെയ്തു നമുക്ക് വേണ്ടിയിട്ട്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പോലീസിന്റെ സൈഡിൽ നിന്നൊക്കെ എല്ലാം നല്ല ഇതായിരുന്നു. പിന്നെ എല്ലാം വിളിച്ച് തിരക്കും എടുക്കും എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല ഇതായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലാന്ന് പറയുമെങ്കിലും നമുക്ക് അവരുടെ ഒരു എന്താ പറയുന്നത്, ഓരോ കാര്യങ്ങളിലുള്ള ഇത് കെയറിങ് ആണേലും നമുക്ക് തരുന്ന സപ്പോർട്ടാണേലും ആ രീതിയിൽ അവര് നമ്മളൊരിക്കലും അവര് പറയുന്നില്ല നിങ്ങൾ ഇന്ന് അഡ്മിറ്റ് ആയേ പറ്റത്തുള്ളൂ. നമ്മളോട് ചോദിക്കുവാ പോവാ, നിങ്ങളെ വിടാൻ ഞങ്ങള് അഡ്മിറ്റ് ആക്കട്ടെ, ചെയ്തോട്ടെ എന്നാ ചോദിക്കുന്നത് എന്നുള്ള രീതിയില. നിങ്ങൾക്ക് ഇത് ഇന്ന പോലെ ആണ്, നിങ്ങൾക്ക് അത് നമുക്ക് എന്തായാലും ഇപ്പം കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഒരു ദിവസം ഒബ്സർവേഷനിൽ നിൽക്കുന്ന അഡ്മിറ്റ് ആയാൽ നല്ലതാണ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അന്നേരം നമുക്കൊരിക്കലും അത് അവരൊരു നമ്മളെ ചൂഷണം ചെയ്യുവാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് അവരുടെ പ്രൊസീജിയർ നമ്മളോട് പറഞ്ഞ് മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഒരു മരുന്ന് നമ്മൾ ചെയ്യുവാണേലും അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്നാടതാണിത്. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലാണ്, 2 പേഷ്യൻ്റാണ്. അന്നേരം ബൈസ്റ്റാൻഡർ ആരോഗ്യ ബേബി. അപ്പം എല്ലാം നല്ല കെയറിങ്ങും കാര്യങ്ങളും അതുപോലെ വന്നപ്പോഴേ നമുക്ക് ഒരു കിറ്റും കാര്യം എല്ലാം കിട്ടി.
അഡ്മിഷൻ കിറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടി. അതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ സാധനവും തോർത്ത്, ബ്രഷ്, സോപ്പ്, പേസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പം മൊത്തത്തിൽ എല്ലാം അടിപൊളിയാണ്. ഹോസ്പിറ്റലിലെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സർവീസും കാര്യങ്ങളും എല്ലാം സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നമ്മൾ നല്ലതായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ആകെയുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇൻഷുറൻസ് സെക്ഷനിൽ ഭയങ്കര ക്യൂവാ. 100 ഒക്കെ നമ്മൾ വന്ന് അഡ്മിറ്റ് ആയ ദിവസം അവർ ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് ചേട്ടനൊക്കെ ചെന്നിട്ട് 100ഒക്കെയാണ് നമ്പർ കിട്ടുന്നത്. അത് മാത്രമേ ഉള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുമല്ല ബൈസ്റ്റാൻഡർ നമുക്ക് കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പേഷ്യൻസിനെ അവർ താഴോട്ട് വിടത്തുമില്ല. അങ്ങനെ ആ ഒരു കാര്യം അത് പക്ഷെ അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും ആ ഒരിത് അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചേച്ചിയൊക്കെ ഞാൻ കാണിക്കാം. അവരപ്പുറത്ത് തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ട്. 606ഉം 607 റൂം. ഇന്നെന്തായാലും വീട്ടിൽ പോകും. ഉച്ച കഴിയുമെന്ന് പറഞ്ഞു. നമ്മൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഉച്ച കഴിയുമെന്ന് പറഞ്ഞില്ലേ. ആ പ്രൊസീജിയർ ഇച്ചിരി ലേറ്റ്. ആദ്യം ഇന്നിപ്പോൾ രാവിലെ അവർ വന്നു ഡോക്ടർ ഇപ്പം വന്ന് കണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ബോഡി പെയിൻ അതെന്തായാലും കാണും, ഒരാഴ്ചത്തേക്ക് പേടിക്കുകയൊക്കെ ചെയ്തില്ലയോ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുക കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡോക്ടേഴ്സും പോയി. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ എടുത്ത വീഡിയോ രാവിലെ വന്നിരുന്നതാണ്. ഇനിയിപ്പോൾ കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ നമുക്കിനി പിന്നെ കാണാമേ. ഞാൻ അടുത്ത ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ബൈ. മിനിമ ബൈസ്റ്റാൻഡർ മിനിമ. ഓക്കെ ബൈ.